സ്ഥാനമേറ്റെടുത്ത് 7 മാസം മാത്രമായപ്പോഴാണ് ഈ സ്ഥലം മാറ്റം. ആറന്മുള നിർദ്ദിഷ്ട വിമാനത്താവള മേഖലയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിയമവിരുദ്ധമാണെന്ന് കാണിച്ച് ഫെബ്രുവരി 12-ന് കളക്ടർ ലാൻഡ് റവന്യൂ കമ്മീഷണർ റിപ്പോർട്ട് കൊടുത്തിരുന്നു. ഇതുകൂടി പരിഗണിച്ചാണ് സുപ്രീം കോടതി നിയോഗിച്ച ചെന്നൈ ഗ്രീൻ ട്രിബ്യൂണലിൻ്റെ വിധി വന്നത്. ഈ വിധിയനുസരിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ 1 മാസത്തേക്ക് നിർത്തിവയ്ക്കാൻ കമ്പനി നിർബന്ധിതമായി. കമ്പനിയുടേതെന്ന് അവകാശപ്പെട്ടിരുന്ന 232 ഏക്കർ ഭൂമിയുടെ പോക്കുവരവ് ജില്ലാ കളക്ടർ റദ്ദാക്കി. പദ്ധതിയുമായി മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന കേന്ദ്ര കേരള സർക്കാരുകൾക്ക് ഇത് ഒരു തിരിച്ചടിയായി. ഈ സാഹചര്യത്തിൽ പദ്ധതി പ്രവർത്തനങ്ങളിലെ തടസ്സങ്ങൾ നീക്കാൻ കളക്ടറെ സ്ഥലം മാറ്റിയെന്നാണ് ആരോപണം. MLA MP ഒക്കെ ഭൂമാഫിയകൾക്ക് വേണ്ടി വാദിക്കുന്നവരാണ്. അവരുടെ സമ്മർദ്ദം, രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ മേൽ അവർ നടത്തിയ സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ടാണ് പത്തനംതിട്ട ജില്ലാ കളക്ടർ സ്ഥലം മാറ്റിയിരിക്കുന്നത്. ജില്ലയിലെ അനധികൃത പാറമടകൾക്കെതിരെ കളക്ടർ കർശന നടപടികളാണ് സ്വീകരിച്ചത്. എന്നാൽ ഇക്കഴിഞ്ഞ 5-ന് ചേർന്ന യോഗത്തിൽ പാറമടകൾ വികസനത്തിന് അനിവാര്യമാണെന്നും ഇതിനെതിരെ സമരം ചെയ്യുന്ന പരിസ്ഥിതി പ്രവർത്തകരുടെ സാമ്പത്തിക സ്രോതസ് അന്വേഷിക്കണമെന്നും റവന്യൂ മന്ത്രി ആവശ്യപ്പെട്ടിരുന്നു. ജില്ലയിൽ നിന്നുള്ള MP, MLA, മന്ത്രി എന്നിവരുടെ ശക്തമായ എതിർപ്പുകൾ സ്ഥലം മാറ്റത്തിന് പ്രേരണയായെന്നും ആക്ഷേപമുണ്ട്. മീഡിയ 1, പത്തനംതിട്ട.